വെരി ഗുഡ് ഈവനിങ് ടു യു. ഇന്നൊരു പുതിയൊരു വിഷയമാണ്. അതായത് നാളെ നമ്മുടെ CBSE 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങുകയാണ്. അതിനുശേഷം 12ാം ക്ലാസ് തുടങ്ങുന്നു. മാർച്ച് 5ാം തീയതിയോടുകൂടി SLC പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷാ കാലഘട്ടമാണ്. അതിനിടയിലും അതിനുശേഷവും പിന്നെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ശരിക്കും ഇനി ഒരു സ്കൂൾ ജീവിതത്തിലെ സംബന്ധിച്ചോളം പരീക്ഷാ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പോൾ വലിയ ടെൻഷനൊന്നും പഴയ പോലെ പരീക്ഷയ്ക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE ആയാലും ICSE ആയാലും SLC ആയാലും 98% കുട്ടികളെ പാസ്സാക്കി വിടുന്ന ഒരു സമ്പ്രദായം കഴിഞ്ഞ കാലങ്ങളായിട്ട് ഉണ്ട്. കുട്ടികൾ പഠിച്ചിട്ടാണോ അതോ പ്രൊമോഷനാണോ ഒന്നും നമുക്കതിനെക്കുറിച്ച് വിലയിരുത്തുന്നില്ല. എങ്കിലും ഞങ്ങൾ പാസ്സാകുമെന്നൊരു ധാരണ, ഒരു കോൺഫിഡൻസ് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ അവിടെ പാസ്സാവുന്നത് മാത്രമല്ല A+, അതായത് A1ഉം A+ഉമാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. ഇപ്പോൾ പേരൻസ് ശരിക്കും സമ്മർദ്ദത്തിലാണ്. കാരണം തൻ്റെ കുട്ടിക്ക് A1 കിട്ടുമോ A+ കിട്ടുമോ എന്നൊരു ആശങ്കയിലാണ് പല പേരൻസും. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി A1 വാങ്ങിക്കുമ്പോൾ തൻ്റെ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു നാണക്കേടാണ്, അതൊരു പ്രശ്നമാണ്. ഇതാണ് അവരുടെ പ്രശ്നം. ഇത് ഞാനൊരു സംഭവം ഓർക്കുന്നത്, കഴിഞ്ഞ 2 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വളരെ സന്തോഷവാനാണ്, കുടുംബജീവിതത്തിൽ ഒരു ടെൻഷനില്ല, യാതൊരു പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിന് 2 മക്കളാണ്. മൂത്ത മകന് ഭാഗ്യമോ നിർഭാഗ്യമോ SLC പരീക്ഷയ്ക്കും 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും A+ ഒക്കെ കിട്ടി, വളരെ നന്നായിട്ട് പാസ്സായി. രണ്ടാമത്തവൻ ചെറിയൊരു ഉഴപ്പാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. അപ്പോൾ ഇദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു മനസ്സിനൊരു ടെൻഷൻ, ഒരു മൗനം. അപ്പം ഞങ്ങൾ എന്താണെന്ന് കാര്യം ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മകൻ്റെ പരീക്ഷയാണ് ഇദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ടെൻഷൻ പിടിച്ച് മകൻ്റെ മാത്സ് പരീക്ഷയുടെ തലേ ദിവസം ഇദ്ദേഹത്തിന് BP കൂടി ആശുപത്രിയിലായി. പിന്നെ ഞങ്ങളൊക്കെ പോയി ആ മകനെ സമാധാനിപ്പിച്ച് എങ്ങനെയോ മകൻ്റെ പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ എഴുതി, എന്തായാലും ഭാഗ്യത്തിന് മകന് A1ഉം ഒക്കെ ലഭിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കല്ല ടെൻഷൻ, രക്ഷിതാക്കൾക്കാണ് ടെൻഷൻ. ചില പേരൻസൊക്കെ കുട്ടികളുടെ പരീക്ഷ വരുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം ലീവ് എടുത്ത് വീട്ടിലിരുന്ന് കുട്ടി പഠിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ ഇരുന്ന്, എണീക്കുമ്പോൾ കുട്ടിയുടെ കൂടെ എഴുന്നേറ്റ്, ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളുണ്ട്. ഇത് ഇത്രയധികം അമിതമായ പ്രഷർ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും വരേണ്ട യാതൊരു കാര്യമില്ല. കാരണം പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ SLC പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുധനാഴ്ച ആരംഭിച്ച് അത് അടുത്ത ബുധനാഴ്ചയാണ് തീരുന്നത്. അതായത് രാവിലെ മലയാളം ഫസ്റ്റ് ആണെങ്കിൽ ഉച്ചയ്ക്ക് മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ് ഫസ്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ്, അങ്ങനെയാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കൂൾ ടൈം, റെസ്റ്റ് ടൈം, വെള്ളം കൂടി സമയം അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയോ സമയങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂൾ ടൈം, ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം, ഇത്രയൊക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടും കുട്ടികൾ ടെൻഷനിലാണ്, അല്ലെങ്കിൽ പരീക്ഷാ ഭീതി ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് കുട്ടികൾ, ചില കുട്ടികൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ പിന്നെ വേറൊരു കാര്യം, ഈ പരീക്ഷാ കാലഘട്ടത്തിൽ ഞാനൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്. കാരണം പരീക്ഷയുടെ തലേ ദിവസം ദയവ് ചെയ്ത് കുട്ടികൾ രാത്രി ഒരുപാട് നേരം പഠിച്ചുകൊണ്ടിരിക്കരുത്. അതേപോലെ വെളുപ്പിന് അതിരാവിലെയൊക്കെ എഴുന്നേറ്റിരുന്നാൽ പരീക്ഷാ റൂമിൽ ചെല്ലുമ്പോൾ ഈ ഉറക്കക്ഷീണം കൊണ്ടും അല്ലെങ്കിൽ ക്ഷീണം കൊണ്ടും പഠിച്ചതൊക്കെ മറന്നു പോവുകയും എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ കഴിയുന്നതും പരീക്ഷയുടെ തലേ ദിവസം രാത്രി ഒരു 9:30-10 മണിക്കൊക്കെ കിടന്നിട്ട് വെളുപ്പിന് ഒരു 5 മണിക്ക് എണീക്കാവൂ. പലരും ചെയ്യുന്നത് രാത്രി 12 മണി 1 മണി വരെ ഇരുന്നിട്ട് രാവിലെ വീണ്ടും 4 മണിക്ക് എണീക്കുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്ന പെർഫോമൻസിനെ സാരമായിട്ട് ബാധിക്കും. അതുമാത്രമല്ല, ഭക്ഷണക്രമം, അതായത് ഈ വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പരീക്ഷ നാളെ തുടങ്ങുകയാണ്. അപ്പോൾ നാളെ തുടങ്ങുന്ന പരീക്ഷയ്ക്ക് ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ, പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ചോളം ഈ എണ്ണമെഴുക്കുള്ള സാധനങ്ങൾ, അതേപോലത്തെ ഈ തണുത്ത പാനീയങ്ങൾ, അതായത് പനി, ചുമ അതുപോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധിക്കണം. കഴിയുന്നതും ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കുകയോ, കുടിക്കാനായാലും ചൂടുവെള്ളം ഉപയോഗിക്കുക. തണുത്ത അന്തരീക്ഷത്തിൽ AC-യിലൊക്കെ കഴിയുന്നതും കിടന്ന് ഉറങ്ങാതിരിക്കാനുള്ള ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ പരിചയമുള്ളവർക്ക് കുഴപ്പമില്ല. കാരണം ഇതെല്ലാം നീർക്കെട്ടും മറ്റേ പനിയും മറ്റ് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവില്ല. ഭക്ഷണം കഴിയുന്നതും നല്ല ഭക്ഷണം, അതായത് അധികം തണുത്തതോ അധികം ചൂടുള്ളതോ അല്ലാതെ മിതമായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തെ ക്രമങ്ങൾ വരുത്തുക, വലിച്ചു വാരി കഴിക്കാതിരിക്കുക. അതായത് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ വയറിനും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് പരീക്ഷാ കാലഘട്ടത്തിൽ അതാണ് നല്ലത്. പിന്നെ പരീക്ഷാ കാലഘട്ടത്തിൽ കഴിയുന്നതും ഈ മൊബൈൽ, TV അതുപോലുള്ള ഉപകരണങ്ങൾ കുട്ടികൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. കാരണം അവർക്ക് ആ ശ്രദ്ധ കൂടുതൽ പഠനത്തിലും മറ്റു കാര്യങ്ങളും, ഇനി പഠിച്ചില്ലെങ്കിൽ തന്നെ അല്പം വിശ്രമം എടുക്കുക. അല്ലാതെ ഈ TV നോക്കുകയോ മൊബൈൽ നോക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധ മാറും, അവരുടെ ആ ഒരു പഠിക്കാനുള്ള കോൺസെൻട്രേഷനൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ പരീക്ഷാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമേ ഉള്ളൂ. പരീക്ഷ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ നീണ്ടു നിൽക്കുന്ന പരീക്ഷയല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയായിട്ട് കുട്ടികളും പേരൻസും ഒക്കെ പോവുക. പിന്നെ കുട്ടികളുടെ പരീക്ഷയോട്
ഓർത്ത് പേരൻസ് ആദ്യ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പരീക്ഷ എഴുതും, അവർ പാസ്സാവും, അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത്ര ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ A+ എന്നത് ഒരു മെയിൻ ഘടകമല്ല. പിന്നെ ആ A+ന് വേണ്ടി ശ്രമിക്കാതിരിക്കരുത്. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും A+ കിട്ടിയില്ല എന്ന് വെച്ചാൽ ഈ ലോകം ഇടിഞ്ഞൊന്നും വീഴാൻ പോകുന്നില്ല. അഡ്മിഷനൊക്കെ എടുക്കുക, പിന്നീടുള്ള പരീക്ഷയ്ക്ക് ഇതാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് A+ വലിയ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വിചാരിക്കരുത് A+ വാങ്ങിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാക്സിമം മാർക്ക്, എല്ലാവരും തോക്കാനല്ലല്ലോ ആരും പഠിക്കുന്നത്, മാക്സിമം മാർക്ക് 100ൽ 100 മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. കിട്ടിയില്ലേ 90 ആയാലും സാരമില്ല, 80 ആയാലും സാരമില്ല, നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക. എന്ന് വെച്ചാൽ ശ്രമിക്കാതിരിക്കരുത്, നിങ്ങൾ പരിശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ചെന്ന് നല്ല ടെൻഷനില്ലാതെ നല്ല മനസ്സോടുകൂടി എഴുതാനുള്ള ഇത് എല്ലാ ജഗദീശ്വരൻ നൽകട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, പേരൻസിനും ആവശ്യമില്ല. നല്ല കൂൾ മൈൻഡായിട്ട് പോയി എഴുതുക. ശാന്തമായ മനസ്സോടുകൂടി പോയി എഴുതിയാൽ മാത്രമേ നമ്മൾ പഠിച്ചതൊക്കെ ഓർക്കുകയുള്ളൂ. ക്വസ്റ്റനൊക്കെ കാണുമ്പോൾ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അധികമായിട്ട് പരീക്ഷയുടെ തലേദിവസമൊക്കെ രാത്രി ഒരുപാട് ഇരിക്കരുത്. വെളുപ്പാങ്കാലത്ത് ഒരുപാട് നേരത്തെ എണീക്കരുത്. നല്ലോണം വെള്ളം കുടിക്കുക. അതായത് ഇത് ചൂടുവെള്ളം നല്ലോണം കുടിക്കുക. ഭക്ഷണം ന്യായമായിട്ട് കഴിക്കുക. അമിതമായി വലിച്ചുവാരി കഴിക്കാതെ സാധാരണഗതിയിലുള്ള ഭക്ഷണം കഴിക്കുക. ഈ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിയുന്ന ഒഴിവാക്കുക. ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിൽ മനസ്സമാധാനത്തോടുകൂടി പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ, നന്നായി പഠിക്കട്ടെ, നന്നായി പാസ്സാവട്ടെ, രക്ഷിതാക്കൾ മനസ്സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.